അടിസ്ഥാനപരമായിട്ട് ആ സുഹൃത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കുന്നത് നന്നായിരിക്കും. കാരണം അത് ഇന്നത്തെ ഈ യുഗത്തിൽ ജീവിക്കുന്ന ഒരാളാണോ, ഇത് ഏതെങ്കിലും മുറിക്കകത്ത് പൂട്ടിയിട്ടിരുന്ന് ഈടെ തുറന്നു വിട്ട ആളാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു വിഷയമല്ല. കാരണം ഇന്നത്തെ കാലത്ത് നിറവും ജാതിയും മതവും എന്നൊരു വിഷയമാക്കുന്ന സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിറം എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ അപേക്ഷ കൊടുത്തിട്ട് കിട്ടുന്നതല്ലല്ലോ നിറവും ഒന്നും. അപ്പോൾ അത് നമ്മൾ ഏത് നിറത്തിനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ എല്ലാ കളറും എടുത്ത് നോക്കും. ഒരു മഴവില്ലിലുള്ള 7 നിറങ്ങളും മനോഹരമായ കളറാണ്. അതിൽ മോശമായ ഒരു കളറുമില്ല. അതുകൊണ്ട് നിറത്തിൻ്റെ പേരിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് ഒരു ഈ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ആരുടെയെങ്കിലും തമാശയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ എവിടെയെങ്കിലും പൂട്ടിയിട്ടിട്ട് തുറന്നു വിട്ട ആൾക്കാർ വല്ലതും ആയിരിക്കും. അല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ ഇത് പറയില്ല. കാരണം അവരവരെ ജോലി നന്നായി ചെയ്യുന്ന, എൻ്റെ അഭിപ്രായത്തിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ചീഫ് സെക്രട്ടറിയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറി ആയിട്ട് മാത്രമല്ല, ഉദ്യോഗസ്ഥ എന്ന നിലയിലും അവർ വളരെ പ്രോംപ്റ്റായിട്ട് ജോലി ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസം CAG-യുടെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ അതിലൊരു പരാമർശം ഉണ്ടായിരുന്നത് 2016 വരെയുള്ള കണക്കുകൾ മാത്രമേ KSRTC സമർപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ KSRTC യാതൊരുവിധ കണക്കുകളും AG-ക്ക് സമർപ്പിച്ചില്ല. എല്ലാ കണക്കും കൊടുത്തിട്ടുണ്ട്. അവർ കാണാത്തതുകൊണ്ടായിരിക്കും. ഇതുവരെ KSRTCക്ക് ഇപ്പോൾ നമ്മൾ 100 കോടി രൂപ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, കൺസോർഷ്യത്തിൽ മാറ്റം വരുത്തി. അപ്പോൾ KSRTC ഇന്ന് വരെയുള്ള എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ തന്നിരിക്കുന്നത്. നല്ല തരുമോ? അപ്പോൾ അത് നമ്മൾ ഒരു ഓർഡറിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്ത് KSRTC കൊടുത്തുകൊണ്ടിരിക്കും. അത് അവിടുന്ന് ക്ലിയർ ചെയ്ത് വരുന്നതനുസരിച്ച് ബാക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇതുവരെ പ്രസൻ്റായിട്ടുള്ള കണക്ക് വരെയുള്ള എല്ലാം ഓഡിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ 100 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത്. ഈ പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കഴിഞ്ഞ 21-ാം തീയതി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നൊരു KSRTC ബസ്സിൽ, സ്കാനിയ ബസ്സിൽ പാമ്പിനെ കൊണ്ടുവന്നായിരുന്നു. 2 ജീവനക്കാർ അതിലിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പാമ്പിനെ കൊണ്ടുവരാനുള്ള മനുഷ്യൻ വരാനാണ് വണ്ടി. പാമ്പിനെ കൊണ്ടുവന്നെങ്കിൽ, അതിന് അനുവാദം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ അവരുടെ പേര് നടപടിക്ക് ഒരു മയം ഉണ്ടാവില്ല. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അവനവൻ്റെ ജോലിയിൽ തന്നെ ഇതുപോലെ സ്വന്തമായി പണി കൊടുക്കുന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നേ തെറ്റി. ഇനി രഹസ്യമായിട്ടൊരാൾ കടത്തിക്കൊണ്ടുവന്നാണ് അവർ അറിഞ്ഞില്ലെങ്കിൽ അവരെ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഒരു പെട്ടിക്കകത്ത് സൂട്ട് കേസിനകത്ത് പാമ്പാണോ എന്ന് എങ്ങനെയാണ് ഒരാൾ അറിയുന്നത്? അങ്ങനെ അറിയാതെ അറിഞ്ഞുകൊണ്ടിത് പാമ്പിനെ കൊണ്ടുപോകാൻ ഇച്ചിരി പൈസ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ പേര് നടപടിക്ക് ഒരു മയം ഉണ്ടാവില്ല. അതൊന്നും